നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന പങ്ക്തിയാണ് ചോദിക്കുക പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന സംശയം മുളക്, തക്കാളി, വഴുതന, പ്രത്യേകിച്ച് തക്കാളിയിൽ വാട്ടരോഗം, പിന്നെ ഫിസേറിയം വിൽറ്റ്, ഡാമ്പിംഗ് ഓഫ്, ഈ 3 കാരണങ്ങൾ കൊണ്ട് ചെടി മൊത്തമായിട്ട് വാടി നശിക്കും. അപ്പം അത് എങ്ങനെ തിരിച്ചറിയാം, അതിനെന്തൊക്കെ മരുന്ന് കൊടുക്കാമെന്ന് ഈ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 3 കാരണങ്ങൾ കൊണ്ടാണ് തക്കാളി, മുളക്, വഴുതന എന്നിവ ചെടി മൊത്തത്തിൽ അഴുകി മണ്ണിനോട് ചേരുന്ന ഭാഗം വാട്ടം വന്ന് നശിക്കുന്നത്. അപ്പോൾ അതിൽ 3 കാരണങ്ങളാണ്. ആ 3 കാരണങ്ങളിൽ 2 കാരണങ്ങൾ കുമിള് രോഗമാണ്, 1 കാരണം ബാക്ടീരിയൽ രോഗവുമാണ്. അപ്പോൾ ഈ 3നും എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തേഡാണ് പറയുന്നത്. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ. ഡാമ്പിംഗ് ഓഫിനെ കുറിച്ച് പറയാം. ഡാമ്പിംഗ് ഓഫ് പിത്തിയം എന്ന കുമിൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ചെടികളുടെ ഇലയിലും തണ്ടിലുമൊക്കെ വെള്ളം നനഞ്ഞതുപോലുള്ള പാട് കാണാൻ പറ്റും. അതാണ് ലക്ഷണം. അത് നഴ്സറിയിലും ഉണ്ടാവും, പറിച്ച് നട്ടിട്ട് കായ പിടിക്കുന്നത് വരെയും ഉണ്ടാവും. അടുത്തത് ഫിസേറിയം വിൽറ്റ് അഥവാ ഫിസേറിയം വാട്ടം. ഫിസേറിയം വാട്ടം വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ തൈകൾ പറിച്ച് നട്ടതിന് ശേഷമാണ്, വളർച്ചയുടെ ഘട്ടത്തിലാണ് ഫിസേറിയം വാട്ടം വരുന്നത്. അതെങ്ങനെ അറിയാം എന്ന് വെച്ചാൽ, നമ്മൾ രോഗം ബാധിച്ച ചെടി പിഴുതെടുത്തിട്ട് അതൊന്ന് ഒടിച്ച് നോക്കണം. ഒടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ വസ്കുലാർ സിസ്റ്റം, ഉള്ളിലുള്ള വെള്ളം മുകളിലോട്ട് വലിക്കുന്ന ഭാഗങ്ങളും തണ്ടും, അതായത് പുറം തൊലിയുടെ ഉൾഭാഗം ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അടുത്തതാണ് ബാക്ടീരിയൽ വിൽറ്റ്, ബാക്ടീരിയൽ വാട്ടം. ബാക്ടീരിയൽ വാട്ടം ചെറിയൊരു ടെസ്റ്റ് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് മനസ്സിലാക്കിയാൽ ബാക്ടീരിയൽ വിൽറ്റ് ആണോ എന്ന് മനസ്സിലാക്കാം. അതിന് ചെയ്യേണ്ടത്, രോഗബാധയേറ്റ് വാടി തുടങ്ങിയ ചെടിയുടെ ഏതെങ്കിലും ഭാഗം, തണ്ടോ ശാഖയോ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിൽ നല്ല തെളിഞ്ഞ വെള്ളം 3/4 ഭാഗം എടുക്കുക. ഈ മുറിച്ചെടുത്ത ഭാഗം, ഈ ഗ്ലാസിൻ്റെ മധ്യഭാഗത്ത്, വെള്ളത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന രീതിക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ബാക്ടീരിയ പുക പോലെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാൻ പറ്റും. അതാണെങ്കിൽ നമുക്ക് എന്തെന്ന് ഉറപ്പിക്കാം? ബാക്ടീരിയൽ വാട്ടമാണെന്ന് ഉറപ്പിക്കാം. പരിഹാര മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത്, സസ്യങ്ങൾക്ക് ആരോഗ്യം ഉള്ള സസ്യങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത്, മണ്ണിൽ ആവശ്യത്തിന് ജൈവവളം കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ സാധിക്കുമോ അത്രയും കൊടുക്കുക. അതായത് മണ്ണ് കറുത്ത നിറത്തിലാകുന്നതാണ് നല്ലത്. പിന്നെ ചെയ്യേണ്ട കാര്യം, 1 ഏക്കറിലേക്ക് 6 കിലോ ബ്ലീച്ചിങ് പൗഡർ ചെടി നടുന്നതിന് മുൻപായിട്ട് ചെടി നടുന്നതിന് ചുറ്റും വിതറി നനയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത്, മണ്ണിലെ അമ്ലത ക്രമീകരിക്കാൻ കുമ്മായം കൊടുക്കണം. 1 സെൻറ്റിലേക്ക് 1-1.5 കിലോയെ കുമ്മായം കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ മുളക്, തക്കാളി, വഴുതന എന്നീ ചെടികൾക്ക് കാൽസ്യം നന്നായിട്ട് വേണം. അപ്പോൾ കാൽസ്യം കൂടി കിട്ടും കുമ്മായം കൊടുക്കുമ്പോൾ. 1-1.5 കിലോ കുമ്മായം, അല്ലെങ്കിൽ 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ ഡോളമൈറ്റ് കൊടുക്കാം. ഡോളമൈറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള, കുമ്മായത്തിനേക്കാളും ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ, മഗ്നീഷ്യം കൂടി കിട്ടും. ഈ ചെടിയുടെയൊക്കെ ഇല കണ്ടില്ലേ, നല്ല പച്ച നിറം കണ്ടില്ലേ? പച്ച നിറം വേണം ചെടിയുടെ ഇലയ്ക്ക്. പച്ച നിറം നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ഹരിതകം ഉണ്ടാക്കണമെങ്കിൽ മഗ്നീഷ്യം വേണം. മഗ്നീഷ്യം എന്ന മൂലകം വേണം. ഈ ഹരിതകത്തിൽ കൂടിയാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എടുത്തിട്ട് സൂര്യപ്രകാശവും വെള്ളവും കൂടി ഇതിൽ രാസപ്രവർത്തനം നടത്തിയിട്ട് സസ്യങ്ങൾക്ക് വേണ്ട ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അതുവഴി സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ സസ്യങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിലെ pH നിലനിർത്തണം, നന്നായിട്ട് ജൈവവളം കൊടുക്കണം. കഴിയുമെങ്കിൽ ഏക്കറിലേക്ക് 6 കിലോ ബ്ലീച്ചിങ് പൗഡർ
ഇടുക. ഒരു മെത്തേഡ് നമുക്ക് അവലംബിക്കാം, സോയിൽ സോളറൈസേഷൻ, മണ്ണ് സൂര്യ താപീകരണം എന്ന് വെച്ചാൽ നമ്മൾ ചെടി നടന്ന് ഇപ്പോൾ ഈ ബെഡാണെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു ബെഡിൽ നമ്മൾ ചെടി നടുന്നതിന് മുൻപേ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നടുകയാണെങ്കിൽ അതിന് നടുന്നതിനൊരു 2 ആഴ്ച മുൻപ് മണ്ണ് ഈ വളങ്ങളൊക്കെ ഇട്ട് ഇളക്കി ഈ പുട്ടിന് മാവ് കുഴയ്ക്കുന്ന പരുവത്തിന് വെള്ളം നന കൊടുക്കുക. നന കൊടുത്തിട്ടൊരു പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റിനകത്ത് നിറച്ചിട്ട് അത് മടക്കി സീൽ ചെയ്ത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. നല്ല ഉച്ചയ്ക്കുള്ള വെയിലൊക്കെ നന്നായിട്ട് തട്ടി ഇതിനകത്തുള്ള ചൂട് കൂടുകയും അകത്തുള്ള രോഗാണുക്കൾ നശിച്ചു പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിങ്ങനെ ബെഡിലാണ് ചെയ്യുന്നതെങ്കിൽ ബെഡ് നന കൊടുത്തതിന് ശേഷം വെള്ള നിറത്തിലുള്ള പോളിത്തീൻ ഷീറ്റ് നീളത്തിന് വിരിച്ചിട്ട് ഇതിൻ്റെ 4 വശവും മണ്ണ് വച്ച് പൊത്തുക. അപ്പോഴത്തേക്ക് ഇതിനുള്ളിൽ സൂര്യപ്രകാശം കടക്കുകയും ചൂട് അമിതമായിട്ട് വർദ്ധിക്കുകയും അതിലുള്ള രോഗാണുക്കൾ നശിച്ചു പോവുകയും ചെയ്യും. ചെയ്യേണ്ടത് മുളക്, തക്കാളി, വഴുതന സോളനേഷ്യസ് ഫാമിലിയിൽ പെടുന്നതാണ്, ഒരേ കുടുംബമാണ്. ഇവരെ നമ്മൾ ഇത്തവണ ഇവിടെ അതാണ് നട്ടതെങ്കിൽ അടുത്ത തവണ മറ്റേതെങ്കിലും ഫാമിലിയിൽ പെടുന്ന സാധനം നടുക. അതായത് വെണ്ട, പയറുവർഗ്ഗം, മത്തൻ വർഗ്ഗം. അത് കഴിഞ്ഞിട്ട് അടുത്തത് മുളകോ തക്കാളിയോ വഴുതനയോ നടാം. കുമിൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു 15-20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ബെഡ് എടുത്ത് തൈ നടുക. അപ്പം വെള്ളം കെട്ടി നിൽക്കില്ല, വെള്ളം വാർന്നു പൊയ്ക്കോളും. ഇനി ഡാമ്പിംഗ് ഓഫിൻ്റെ നിയന്ത്രണ മാർഗത്തിലേക്ക് പോവാം. ഡാമ്പിംഗ് ഓഫാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്രയും വേഗം കോപ്പർ ഓക്സി ക്ലോറൈഡ്, അത് കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ളൊരു കുമിൾനാശിനിയാണ്, നീല നിറത്തിൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അത് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലർത്തിയിട്ട് ചെടിയുടെ ചുറ്റും സോയിൽ ട്രെഞ്ചിങ് എന്ന് പറയും, മണ്ണ് കുതിർത്ത് കൊടുക്കുക. രോഗം വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് തൈ പറിച്ച് നടുമ്പോഴും നഴ്സറിയിലും ഈ പറഞ്ഞ അളവിൽ 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി കോപ്പർ ഓക്സി ക്ലോറൈഡ് തോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം രോഗബാധ ഏതെങ്കിലും ഒരു ചെടിയിൽ കാണുകയാണെങ്കിൽ എത്രയും വേഗം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ചെടിയുടെ ചോട്ടിലും 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഫിസേറിയം വാട്ടം ഈ സോയിൽ സോളറൈസേഷൻ വഴിയും ക്രോപ്പ് റൊട്ടേഷൻ, നേരത്തെ പറഞ്ഞ ക്രോപ്പ് റൊട്ടേഷൻ വഴിയും നമുക്ക് ഒരുവിധം മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് ട്രൈക്കോഡെർമ എൻറിച്ച് ചെയ്ത കൗഡങ്, ട്രൈക്കോഡെർമ വളർത്തിയ ചാണകം ചോട്ടിലിട്ട് കൊടുക്കാം. 90 കിലോ ചാണകവും 2 കിലോ ട്രൈക്കോഡെർമ നമുക്ക് ഈ വളക്കടകളിൽ കിട്ടും, പിന്നെ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് 2 കിലോ ട്രൈക്കോഡെർമ വാങ്ങുക. 10 കിലോ വേപ്പിൻ പിണ്ണാക്കും ചാണകവും ഈ പറഞ്ഞ ട്രൈക്കോഡെർമയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന കൊടുക്കണം. നന കൊടുക്കേണ്ട അളവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുട്ടിന് നമ്മൾ നന കൊടുക്കത്തില്ലേ, കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത്, ആ രീതിക്ക് നന കൊടുത്ത് വെയിലില്ലാത്ത സ്ഥലത്ത് ഓല വെച്ചോ അല്ലെങ്കിൽ ചണച്ചാക്ക് വെച്ചോ മൂടിയിടുക, കൂന കൂട്ടി മൂടിയിടുക. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പച്ച നിറത്തിൽ ട്രൈക്കോഡെർമ എന്ന മിത്രകുമിളാണ് മിത്രകുമിൾ വളർന്നു വരും. ഇതിന് ശേഷം വീണ്ടും ഒന്ന് ഇടിച്ച് പൊടിച്ച് ഒന്നും കൂടി കൂട്ടി ചെറിയൊരു നന കുറവാണെങ്കിൽ നന കൊടുത്ത് വീണ്ടും മൂടിയിടുക. വീണ്ടും 2 ആഴ്ച കൊണ്ട് ഇതിൽ കുമിൾ നന്നായിട്ട് വളരും. ഇതാണ് ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് കൗഡങ്. ഈ സാധനം ചെടി നടുന്നതിന് മുന്നേ ആയിട്ട് തടത്തിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ആണെങ്കിൽ ഏകദേശം ഇത്ര അളവിൽ ഇട്ട് ഇളക്കി തൈ നടുക. പിന്നെ ട്രൈക്കോഡെർമ പിന്നെ ഈ കുമിൾ രോഗങ്ങൾക്കെതിരെയും ബാക്ടീരിയത്തിനെതിരെയും ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് സ്യൂഡോമോണസ്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. അത് മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്തിട്ടുള്ളൊരു മിത്ര ബാക്ടീരിയയാണ്. അപ്പം നമ്മൾ അതിനെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. തൈ നടുമ്പോഴും ഒഴിച്ചു കൊടുക്കാം, 2-3 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്ടീരിയൽ വാട്ടം ഒഴിവാക്കാൻ ഏക്കറിന് 6 കിലോ ബ്ലീച്ചിങ് പൗഡർ നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ രോഗബാധയേറ്റ ചെടികൾ പിഴുത് തീയിട്ട് നശിപ്പിക്കണം. രോഗബാധയേറ്റ ചെടികളിൽ ആ മണ്ണിൽ കുത്തിയ മൺവെട്ടി വെച്ചിട്ട് മറ്റ് രോഗമില്ലാത്ത ചെടിയുടെ ചുവട്ടിലൊന്നും ഉപയോഗിക്കരുത്. നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബാക്ടീരിയൽ വാട്ട രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക എന്നത്. ആ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചുവടെ ചേർക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പ്രതിരോധ നടപടികൾ ആദ്യമേ സ്വീകരിച്ചാൽ തന്നെ
നമ്മുടെ തോട്ടത്തിൽ ഫിസേറിയം വിൽറ്റോ ഡാമ്പിംഗ് ഓഫോ ബാക്ടീരിയൽ വാട്ടമോ ഒന്നും വരാതെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ചെടികൾ വളർത്തിയെടുക്കാനും വിളവ് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന ചെടി, ഇത്രയും ചെടി ഞങ്ങൾ നട്ടിട്ട് ഒരു ചെടി പോലും രോഗബാധയായിട്ട് നശിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നന്നായിട്ട് വളം കൊടുക്കണം, ബ്ലീച്ചിങ് പൗഡർ കൊടുക്കുക, സ്യൂഡാമോണസ് ഉപയോഗിക്കുക, ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്ത ചാണകം ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യമില്ലാതെ വെള്ളം കോരി ഒഴിക്കുന്നത് കാണാം. അങ്ങനെ വെറുതെ വെള്ളം തങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ദിവസത്തിൽ 2 തവണയോ 3 തവണയോ നന കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് വെള്ളമില്ലാത്തൊരവസ്ഥ മണ്ണിൽ വരണം. വെള്ളം തുടർച്ചയായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴാണ് ഈ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പെറ്റുവരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും വെള്ളം കെട്ടി നിർത്തുന്ന പരിപാടി ഒഴിവാക്കുക. എന്നാൽ ചെടിക്ക് വെള്ളം ആവശ്യത്തിന് കൊടുക്കുകയും വേണം. അത് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചെടിയുടെ അടുത്ത് വന്ന് നോക്കിയാൽ ചെടിയുടെ ഇലയിൽ തൊട്ട് നോക്കുമ്പോഴും ചെടി കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചെറിയ ബാട്ടം ഉണ്ടാകും. അപ്പം നമുക്ക് എന്താ മനസ്സിലാവും, നമ്മൾ ആ ദിവസം കൊടുത്ത വെള്ളം കുറവാണ്. അപ്പം കുറച്ചുകൂടി വെള്ളം പിറ്റേ ദിവസം തൊട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കൊരു ചെടിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് നമുക്ക് തന്നെ അളന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, എല്ലാവരും സംശയങ്ങളൊക്കെ ചോദിക്കുക, നന്നായിട്ട് കൃഷി ചെയ്യുക, നല്ല വിളവ് നേടുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.